ചേട്ടാ, ഈ അഡ്രസ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാവോ? ഇവിടുന്ന് രണ്ടാമത്തെ വളവ് കഴിഞ്ഞാൽ വലത്തേക്ക് ഒരു കൊച്ചു റോഡ് തിരിയുന്നുണ്ട്. ആ റോഡിൽ ആദ്യം കാണുന്ന വീടാ. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്ന ഹരിഹരൻ എന്ന ആളല്ല ഇപ്പൊ അവിടെ താമസിക്കുന്നത്. പിന്നെ പഴയൊരു പോസ്റ്റ്മാന്റെ കുടുംബം. അപ്പൊ ഈ ഹരിഹരൻ എന്ന് പറയുന്ന ആളിപ്പോ? അയാളിപ്പോ എവിടെയാണെന്ന് അറിയില്ല. 7 വർഷമായിട്ട് അവിടെ പോസ്റ്റ്മാനും കുടുംബവും താമസിക്കുന്നത്. ഇപ്പോൾ അയാളും അയാളുടെ ഭാര്യ മാത്രമേ അവിടെ ഉള്ളൂ. ആ വീട് വാടകയ്ക്കാണോ അതോ? വാടകയ്ക്കല്ലെന്ന് തോന്നുന്നു. ആണെങ്കിൽ അയാളെ ഇടയ്ക്കിവിടെ കാണേണ്ടതല്ലേ? ഈ ഹരിഹരൻ ഇവിടുന്ന് വിറ്റുപറക്കി പോയെന്നാ തോന്നുന്നത്. ആ വീട്ടില് ഹരിഹരന്റെ ആരൊക്കെയായിരുന്നു താമസം? അയാളും അയാളുടെ ഭാര്യയും പിന്നെ അയാളുടെ മക്കളും. ഇതിനിടയ്ക്ക് വേറെ 2 പെമ്പിള്ളേരെ കൂടി അയാൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നില്ലേ? ഉവ്വ്, അയാളുടെ സഹോദരി 2 പെൺമക്കളെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു. അന്ന് ഇവിടെ ആൾക്കാർ പറയുന്ന കേട്ടത് ആ പെങ്കൊച്ചുങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാ. അങ്ങനെയാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഇതൊന്നും എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടതാ. അവരൊക്കെ ഇപ്പൊ എവിടെയാണാവോ? അല്ല, നിങ്ങളിത് എവിടെന്നാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഓ, ഈ ഹരിഹരനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതാ അന്വേഷിച്ചു വന്നത്. എങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ചിലപ്പോ ഇപ്പൊ എവിടെയാണെന്ന് അവർക്കറിയാമെങ്കിലോ? ശരി ചേട്ടാ. എന്തായാലും കക്ഷി കുറെ വർഷമായിട്ട് ഈ നാട്ടിലില്ല. ഇപ്പൊ എവിടെയാണെന്ന് ഈ നാട്ടുകാർക്കും അറിയാവുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ആ വീട് വരെ പോയെന്ന് നോക്കിയാലോ? കടയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ആ വീട്ടുകാർക്ക് അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റിയാലോ? അങ്ങനെ വന്നാ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വീട്ടിലുള്ളവരും ഹരിഹരനും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ വന്ന കാര്യം ഇവൻ അയാളെ വിളിച്ചറിയിക്കും. അവന്റെ ഇത് അറിയുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതിന്റെ പുറകിലെന്ന് പറയുകയും ചെയ്യും. അത് നമുക്ക് എന്തെങ്കിലും കള്ളം പറയാം. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അതുവരെ പോയെന്ന് അന്വേഷിച്ചിട്ട് പോയ പോരെ? എങ്കിൽ ശരി, കയറ്, നമുക്ക് ആ വീട് വരെ ഒന്ന് പോയി നോക്കാം. ആരാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഞങ്ങൾ വന്നത് ഹരിഹരൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാ. സാറിനെ ഒന്ന് വിളിക്കോ? അതിനിത് ഹരിഹര സാറിന്റെ വീടല്ലല്ലോ, എന്റെ വീടാ. ഹരിഹരൻ സാറിന്റെ വീട് ഇതാണെന്നാണല്ലോ ആ കടയിലെ ചേട്ടൻ പറഞ്ഞത്. ഏത് കടയിലെ ചേട്ടൻ? ഏത് ചേട്ടൻ പറഞ്ഞാലും ഇത് എന്റെ വീടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഹരിഹരൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ അവളുടെ അവസാനത്തെ ആഗ്രഹം നിറവേറാതെ പോയില്ലേ? മരിച്ചാലും അവൾക്ക് ആത്മശാന്തി കിട്ടില്ലെന്ന് ഉറപ്പാ. അതെ, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? അവസാനത്തെ ആഗ്രഹോ? ആരുടെ അവസാനത്തെ ആഗ്രഹം? അത് ചേച്ചി വേറൊന്നുമല്ല. ഹരിഹരൻ എന്ന ആളിന്റെ അനന്തരവള് ഒരു വലിയ ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലില്. ഇനി അധിക ദിവസം ജീവിക്കില്ലെന്ന് ഡോക്ടർമാര് തീർത്ത് പറഞ്ഞത്. അവളോട് ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ ഒരാഗ്രഹമേ പറഞ്ഞുള്ളൂ. അമ്മാവനായ ഹരിഹരൻ സാറിനെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന്. ഞങ്ങൾ അവളുടെ അമ്മാവനെ അവിടെ എത്തിക്കാന്ന് വാക്ക് കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നത്.
തിരികെ ചെന്ന് എങ്ങനെ പറയാം അമ്മാവനെ കണ്ടില്ലെന്ന്? സാരമില്ല ചേച്ചി, എന്തായാലും അറിയിച്ചല്ലേ പറ്റൂ. നിങ്ങൾ ഈ പറയുന്ന ഹരിഹരൻ മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ആളാ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാ ഞങ്ങൾ ഈ വീട് വാങ്ങിയത്. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് അറിയോ ചേച്ചിക്ക്? എനിക്കതൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞു. 8 വർഷം മുമ്പേ അവരിടുന്ന് പോയി. അതും കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വരുന്നത്. ആണോ? എങ്കിൽ ഈ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രമാണത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് കാണുമായിരിക്കും അല്ലേ? ആ കാണുമായിരിക്കും. ചേച്ചി ആ ആധാരം ഒന്ന് എടുത്തു തരാവോ? അഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങൾ തിരികെ തന്നേക്കാം. ഇവിടെ ആധാരമൊന്നും ഇല്ല. നിങ്ങൾ പോവാൻ നോക്ക്. എവിടെന്ന് വെച്ചാ പോയി അന്വേഷിക്കേ. ചെല്ല് ചെല്ല് ചെല്ല്. അല്ല, ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് പോയേ. പോവാം. അവരത് തരുമെന്ന് തോന്നുന്നില്ല. വാ. ആരാ? ഞങ്ങൾ ഇവിടുത്തെ പോസ്റ്റ്മാൻ. ഓ, അതെന്റെ അളിയനാ. പുള്ളിക്കാരൻ സുഖമില്ല കിടക്കുക. നിങ്ങളെവിടുന്ന്? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഒരു അത്യാവശ്യ കാര്യമായിട്ട് വന്നതാ. ചേട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. എന്ത് സഹായിക്കാൻ? അല്ല, ഈ വീട് വാങ്ങിച്ചത് ഹരിഹരൻ എന്ന ആളിന്റെ കയ്യിൽ നിന്നല്ലേ? അതെ, ഞാനുമായിട്ടുള്ള പരിചയത്തിന് പുറത്താണ് പണ്ടളിയൻ ഹരിസാറിന്റെ ഈ വീട് വാങ്ങിച്ചത്. അദ്ദേഹം ഇപ്പൊ എവിടെ താമസിക്കുന്നറിയാമോ? അയ്യോ, ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? പുള്ളിക്കാരന്റെ അനന്തരവള് ഒരു ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിലാ. നല്ല സീരിയസാ. ആ വിവരം ഒന്ന് അറിയിക്കാനായിരുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്ഥലത്തിന്റെ ആധാരത്തില് ഹരിഹരൻ സാറിന്റെ പുതിയ അഡ്രസ് ഉണ്ടാവും. അത് നോക്കി ഒന്ന് പറഞ്ഞു തരാവോ? ഞങ്ങളത് ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി ദേഷ്യപ്പെട്ടു. ചേച്ചി അങ്ങനെ ഒരു പ്രകൃതാണ്, നിങ്ങളത് കാര്യാക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആധാരത്തിൽ ചിലപ്പോൾ അഡ്രസ്സ് കാണും. ഒന്ന് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ആ സ്ത്രീ ഇനി അഡ്രസ്സ് തരാൻ സമ്മതിക്കുമോ? എല്ലാം ഇതുപോലെ ഇരിക്കും. ഡോക്ടർ നന്നായിട്ട് കള്ളം പറയുമല്ലേ? ചിലയിടത്ത് സത്യസന്ധരാകാതിരിക്കുന്നതാ നല്ലത്. ഇതാണ് ആധാരത്തിലുള്ള അഡ്രസ്സ്. വളരെ ഉപകാരം. നിങ്ങൾ വേഗം ചെന്ന ആ പെങ്കൊച്ചിന്റെ കാര്യം ഹരിസാറിനെ അറിയിക്കുക. ഇടയ്ക്കൊരു ദിവസം ഇവിടെ വന്നതാ, അന്ന് നമ്പർ വാങ്ങിയില്ല. ഛേ, വളരെ കഷ്ടമായിപ്പോയി. ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നോ? എങ്ങനെ വന്നത്? അദ്ദേഹത്തെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം പറയാമോ? അടയാളോ? അല്ല, ഇനി ഈ അഡ്രസ്സിൽ ആളില്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ ഫോട്ടോയിൽ കാണുന്നതാ ഹരിസാറ്. വലിയൊരു കാര്യം നിങ്ങളിപ്പോ ചെയ്തത്. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ. അടിച്ചേക്ക്. പോ. ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണോ ചേച്ചി? നീ ഇത് അവിടെ കൊണ്ടിട്ടിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇടി വിരിക്ക്.
ചേച്ചി അവൾ ഇനി എപ്പോ താഴേക്ക് വരുമെന്ന് കരുതിയ നമ്മളിങ്ങനെ നിൽക്കുന്നേ. വന്നില്ലെങ്കിൽ നമ്മൾ വരുത്തും. ഞാനിപ്പോ അന്നത്തെ പോലെ ആതിരെ താഴേക്ക് വിളിക്കാൻ പോവാ. അവൾ ഇറങ്ങി വരും. സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും കാല് വഴുതി അവള് നിലത്ത് വീഴും. അതോടെ ആതിരയുടെ ഗർഭം ക്ലോസ്. അങ്ങനെ ചെറിയ വീഴ്ചയിലൊന്നും കലങ്ങുന്ന ഗർഭമല്ല അവളുടേത്. അന്ന് തന്നെ കണ്ടില്ലേ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. അവൾ എന്റെ മുന്നിലേക്ക് വീണപ്പോ തന്നെ അവളുടെ അടിവയറ്റിൽ ഒരു ചവിട്ടും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഇന്ന് ആ അബദ്ധം സംഭവിക്കില്ല. വീഴുന്നതോടെ അവൾ അവിടെ ഇട്ട് ചവിട്ടും ഞാൻ. എങ്കിൽ പിന്നെ ചേച്ചി അവളെ താഴേക്ക് വിളിക്ക്. അന്നേ അവളെ താഴെ വീണ് കിടന്ന് പെടയുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്നത് കണ്ണു നിറയെ കാണണം എനിക്ക്. വിളിക്ക് ചേച്ചി. നീ എപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ വല്ല പുസ്തകം എടുത്ത് വായിക്ക്. ഏത് നേരവും ഇതിലിങ്ങനെ നോക്കിയിരുന്നാലേ തലവേദനയും തലകറക്കും ഒക്കെ വരും. ഇതും കൊണ്ട് മാറ്റിവെച്ച് എന്നിട്ട് ദാ ഇതെടുത്ത് കഴിക്ക്. എനിക്കിപ്പോ വേണ്ട ഏട്ടത്തി. അത് പറഞ്ഞു പറ്റില്ല, ഇത് കഴിച്ചേ പറ്റൂ. കഴിക്ക്, പിടിക്കേ. ഞാൻ ആവണി വയറ്റിയിട്ടോണ്ടിരിക്കുമ്പോഴേ എന്തെല്ലാം തിന്നാനുള്ള ആഗ്രഹങ്ങളായിരുന്നെന്ന് അറിയോ? അനൂപേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ ഒന്നും പറയാൻ പോവില്ല. എനിക്കിപ്പോ എന്ത് ഭാഗ്യോ, തിന്നാത്ത കുറവ് മാത്രമേ ഉള്ളൂ. പിടിക്ക്. വേണ്ട ഏട്ടത്തി, എനിക്കിനി തിന്നാൻ പറ്റില്ല. അതിനിതൊക്കെ നിനക്കെന്ന് ആര് പറഞ്ഞു? വയറ്റിൽ കിടക്കുന്ന കൊച്ചിനാ ഇതൊക്കെ നിന്നോട് കഴിക്കാൻ പറയുന്നത്. നേരിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ കഴിച്ചാലേ കുഞ്ഞിനും കിട്ടും. ഇതൊക്കെ കുഞ്ഞിന് കിട്ടിയാലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. മനസ്സിലായോ നിനക്ക്? ഇത് കഴിക്കും. എന്തെല്ലാം ഗുണങ്ങളുള്ള സാധനാന്നറിയോ? ഇതിലെന്തൊക്കെ വിറ്റമിൻ ഉണ്ടെന്നറിയോ? ഇല്ല, അറിയില്ല. എന്തൊക്കെ വിറ്റാമിനാ ഉള്ളത്? കൊറേ വിറ്റമിൻ ഉണ്ട്. നീ ഇത് കഴിച്ചങ്ങോട്ട്. ദാ കൊറേ വിറ്റമിൻ ഒക്കെ നിനക്ക് കിട്ടിക്കോളും. ദാ അതിരെ തുടക്കി. ഇത് കുടിക്കേ. ഇതൊക്കെ ഗർഭിണിയായിരിക്കുമ്പോ പതിവാ. ശരിക്കും ഛർദിക്കണം, ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമാണെന്ന്. ആപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട്. നീ തോന്നുമ്പോ എടുത്ത് കഴിച്ചാ മതി. ഞാനിന്ന് താഴേക്ക് ചെല്ലട്ടെ. ഇങ്ങത്താ വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. മുകളിലേക്ക് കയറിപ്പോയിട്ട് കാണുന്നില്ലല്ലോ. ഇനി അവളുള്ളതൊന്നും കാര്യമാക്കണ്ട. ചേച്ചി ആതിരെ വിളിക്ക്. എത്ര നേരം കൊണ്ട് നമ്മളിവിടെ നിൽക്കുക? വിളിക്ക്.
അയ്യോ മീരേച്ചി എന്തു പറ്റി? വാ, പതിയെ. മീരേച്ചി എങ്ങനെ വീണേ? കണ്ടില്ലേ ഒരു ചവിട്ടി? ഇതാരാ ഇവിടെ കൊണ്ടിട്ടേ? ഞാൻ ഇത്രയും ദിവസം ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തിനാ ഒരു ചവിട്ടിയുടെ ആവശ്യം? എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാന്നൊക്കെ. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തുദ്ദേശം? അതൊക്കെ എനിക്ക് അറിയാം. ഈ വീട്ടില് സ്വസ്ഥമായി നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്റെ ഈശ്വരാ. ഇത് വീടോ അത് പ്രാന്താലയാണോ? മീരേച്ചി വീണപ്പോ തല എങ്ങാനും സ്റ്റെപ്പിൽ തട്ടിയായിരുന്നോ? ഇല്ല. ഞാൻ ബോധത്തോടെ തന്നെ പറയുന്നത്. നീ ഈ സാധനം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കള. ചവിട്ടി. അയ്യോ. അയ്യോ അമ്മേ. അമ്മേ. അയ്യോ എന്റെ നടുവേ. ഈ ഫോട്ടോ വെച്ച് നമ്മൾ ഈ നാട്ടിൽ എവിടെയാന്ന് വെച്ചാ അയാളെ കണ്ടുപിടിക്കുന്നത്? വണ്ടി നമ്പർ ഫോട്ടോയിലുണ്ടല്ലോ. നമ്പർ വെച്ച് ആളുടെ അഡ്രസ് നമുക്ക് സംഘടിപ്പിക്കാം. ഛേ, ഇത് അവിടെ ഇവിടെ എത്തുന്നില്ലല്ലോ. ഒരു കുരുക്കഴിയുമ്പോ മറ്റൊന്നിലേക്കാ ചെന്ന് വീഴുന്നത്. ഇതിപ്പോ കാർ നമ്പർ കൊടുത്ത് അഡ്രസ്സ് വാങ്ങിക്കല്ലാതെ ഈ നഗരത്തില് നമ്മൾ ഫോട്ടോ കൊണ്ട് അയാളെ തിരക്കി നടക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. നിർത്ത് നിർത്ത് നിർത്താൻ. റിവേഴ്സ് വന്നേ. റിവേഴ്സ് എടുക്ക്. നിർത്ത് നിർത്ത്. യെസ് അർച്ചന, നമ്മുടെ തിരക്കി നടന്ന കാർ ദേ അതാണ്. കാർ ഇവിടെയുള്ള സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്തോ ഷോപ്പിലോ കാണും. അർച്ചന ഇവിടെ ഇരിക്കെ, ഞാൻ ഇറങ്ങി ഒന്ന് നോക്കട്ടെ. ഡോക്ടർ, അയാള് ഇത് അയാളാ, ഹരിഹരൻ. ആ കാറിന്റെ പുറകെ പോ പ്രതിഭേ, അയാൾ വണ്ടി എടുക്കുന്നുണ്ട്.